കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്കിടെയാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്നലെ ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനെതിരെ VS അച്യുതാനന്ദൻ നൽകിയിരുന്ന ഹർജി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോഴായിരുന്നു നാടകീയ ഇടപെടൽ. വിചാരണ കോടതിയിലെ നിലവിലെ കക്ഷികൾ VSഉം സംസ്ഥാന സർക്കാരുമാണ്. എന്നാൽ ഈ രണ്ട് കക്ഷികളുടേതുമല്ലാത്ത അഭിഭാഷകൻ കോടതിയിൽ ചില നിർണായക ഇടപെടലുമായി രംഗത്തെത്തിയതായി VSന്റെ അഭിഭാഷകൻ ഭാസ്കരൻ നായർ വ്യക്തമാക്കുന്നു. VSന്റെ വാദം കേൾക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഹാജരാക്കിയതിന് പിന്നാലെയായിരുന്നു ഇടപെടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ കേസിൽ ഹാജരായിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ അച്യുതാനന്ദൻ ഹൈക്കോടതിയിൽ കൊടുത്ത റിട്ടാർജിയിൽ 5ാം എതിർകക്ഷിയുടെ അഭിഭാഷകനാണെന്ന് പറഞ്ഞു. ആ 5ാം എതിർകക്ഷി കോടതിയിൽ കക്ഷിയില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പാടില്ല പറഞ്ഞു. പിന്നാലെ ചില രേഖകൾ ഹാജരാക്കാനും അഭിഭാഷകൻ തുനിഞ്ഞെങ്കിലും VSന്റെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു. രേഖകൾ കോടതി ഹാജരാക്കാൻ പുറപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു രേഖ ഹാജരാക്കാൻ പാടില്ല. നിങ്ങൾ കക്ഷി എന്ന ഒരാൾ കക്ഷിയാകുന്നില്ല, നിങ്ങൾ വക്കാലത്ത് പാഴാക്കിയിട്ടില്ല, നിങ്ങൾ കോടതി അനാവശ്യം ഇടപെടാൻ പാടില്ല പറഞ്ഞു. തുടർന്ന് VSന്റെ കേസിൽ എന്തവകാശമാണെന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. അച്യുതാനന്ദൻ എന്താ ഇതിൽ ലോക്കൽ സ്റ്റാൻഡിൽ ചോദിച്ചു. അച്യുതാനന്ദൻ ലോക്കൽ സ്റ്റാൻഡിൽ ഉണ്ടോ സുപ്രീം കോടതി ഹർജി നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു ഞാൻ. ഹൈക്കോടതിയിലെ റിട്ട് പെറ്റീഷനിലെ 5ാം കക്ഷിയുടെ അഭിഭാഷകനാണെന്നും ഇയാൾ വ്യക്തമാക്കിയിരുന്നു. രേഖകൾ പ്രകാരം ലോയേഴ്സ് കോൺഗ്രസ് ആണ് 5ാം കക്ഷി. ഹാജരായത് സന്തോഷ് മാത്യു എന്ന അഭിഭാഷകനാണെന്നും കോടതി വൃത്തങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഉപദേശക സ്ഥാനത്തു നിന്നും പിന്മാറിയ MK ദാമോദരൻ അടക്കമുള്ള പ്രമുഖർക്കെതിരെ ആരോപണമുയർന്ന കേസാണ് ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ്. റിപ്പോർട്ടർ, കോഴിക്കോട്.